ആരാധകർ ഒന്നടങ്കം കാത്തുനിന്ന മത്സരമാണ് ഇന്ന് നടക്കുവാൻ പോകുന്നത്. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. മത്സരം വൈകിട്ട് 7-ന് കൊളംബോയിലാണ്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും നൗഫൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിന്ധൂരി, ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് മത്സരം ഇന്ന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിന് ഈ വേൾഡ് കപ്പിൽ കളിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയുമായുള്ള കളി ബഹിഷ്കരണ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ICCയുടെ ഇടപെടലിനെ തുടർന്ന് ആ ബഹിഷ്കരണം പിൻവലിച്ചാണ് അവർ കളിക്കാനെത്തുന്നത്. അപ്പോൾ അവിടെ ഇന്ന് പ്രേമദാസ സ്റ്റേഡിയത്തിലും കൊളംബോയിലെയും പരിസരം മഴ ഒരു ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ശക്തമായ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നിലവിലെ പ്രതീക്ഷകൾ പ്രകാരം അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനവും ഏറ്റവും നൂതനമായി ഇതായതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ഓവറുകൾ കൊണ്ടെങ്കിലും കളി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നത്, കഴിഞ്ഞ അവരുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ കൊളംബോയിൽ തന്നെയായിരുന്നു. ഇന്ത്യയുടെ ഗ്രൗണ്ടുകളിൽ തന്നെയാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൊളംബോയിലും പാകിസ്ഥാൻ വരെ മുമ്പ് കളിച്ചിരുന്നത് എന്നൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പാകിസ്ഥാൻ്റെ സ്പിന്നർമാരും ഇന്ത്യയുടെ ബാറ്റർമാരും തമ്മിലാണ് കളിയെന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാൻ 4 സ്പിൻ ബൗളിങ്ങുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ചിലപ്പോൾ ഇന്നൊരു പേസ് ബൗളിങ്ങിനെ മാറ്റി കുൽദീപ് യാദവിനെ കൂടി ഉൾപ്പെടുത്തി സ്ക്വാഡ് വിപുലീകരിക്കാനുള്ള ഇത് കാണുന്നുണ്ട്. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയിൽ നമീബിയക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നു. അന്ന് അഭിഷേക് ശർമ്മയ്ക്ക് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ മൂലം അദ്ദേഹം മാറി നിന്നിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം തിരിച്ചു വരുന്നതോടുകൂടി സഞ്ജുവിന് ടീമിൽ ഇടമുണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് ഒരു പ്രധാന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ഹാൻഡ് വിവാദമാണ്. കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യ കപ്പിലടക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മൈതാനങ്ങളിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണുന്ന രീതിയിൽ ഷെയ്ഖ് ഹാൻഡ് പോലും പരസ്പരം ഒരിത് പോലും ഇല്ലാതെ മാറുന്നൊരു കാഴ്ച കണ്ടു. അതിനെക്കുറിച്ച് തന്നെ ഇന്നലെ സൂര്യകുമാർ യാദവിനോട് പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂർ കൂടി താങ്കൾ വെയിറ്റ് ചെയ്യൂ, അത് മൈതാനങ്ങളിൽ കാണാമെന്നാണ്. അത്തരത്തിൽ രാജ്യാന്തരതലമായി കായികം ഒരു ഇതിനപ്പുറം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വൈകാരികമായ ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത്. ലോകകപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 8 തവണയും ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യക്കൊപ്പമായിരുന്നു വിജയം. പാകിസ്ഥാനെ എഴുതിത്തള്ളാനുമാവില്ല. അവർ എന്തൊക്കെ പറഞ്ഞാലും തന്നെ അവർ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ഒരു ടീം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ ലോക കായിക പ്രേമികൾ ആകാംക്ഷയോടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സരത്തിനാണ് ഇന്ന് കൊളംബോ വേദിയാകുന്നത്. സിന്ധൂരി. അതെ നൗഫൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഏവരും തന്നെ കാത്തിരിക്കുന്നത് ആ ഒരു മത്സരം കാണുവാൻ.